എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ലഞ്ച് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഈ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചിക്കൻ കറിയും അതുപോലെ തന്നെ പയറുപ്പേരി, തൈര്, അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചും ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എണ്ണ ഒഴിച്ച് എണ്ണയും ചൂടായി വരുന്ന സമയത്ത് ഞാൻ സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവാള വഴന്ന് വരും. അപ്പോൾ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇവ നാലും കൂടി ഒന്ന് കല്ലിൽ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കല്ലിൽ ചതച്ചിടുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. ഈ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കല്ലിൽ ചതച്ചിടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് തക്കാളി, ഒരു 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് വീണ്ടും നന്നായി ഇളക്കി തക്കാളി കൂടി ഒന്ന് സോഫ്റ്റാക്കി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചേർത്തെടുക്കുന്നത്. ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്തിട്ടില്ല. ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർത്തെടുത്തതുകൊണ്ട് ഇനി നോക്കിയിട്ട് അവസാനം ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. എത്രയാണ് നമുക്ക് ഗ്രേവി വേണ്ടത് അതിനാവശ്യമായ, ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നല്ല തിളപ്പിച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അല്പം കൂടി ഉപ്പൊന്ന് ചേർത്തെടുക്കുന്നുണ്ട്. കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്തെടുക്കുന്നത്. ഏകദേശം വലിയ പീസായിട്ട് തന്നെയാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുക്കറിൽ വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചിക്കന് മസാലയിലൊക്കെ ഒന്ന് മിക്സായി വരുന്നവരെ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ചൊരു 2-3 വിസിൽ അടുപ്പിച്ചാൽ മതിയാകപ്പോഴേക്കും ചിക്കനൊക്കെ വെന്ത് കിട്ടും. പിന്നീട് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ചിക്കൻ കറക്റ്റായി വെന്തിട്ടുണ്ടാകും. അപ്പോൾ ചിക്കൻ അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ പപ്പടത്തിൻ്റെ കൂടെ കുറച്ച് മോരിലിട്ട് ഉണക്കിയെടുത്ത മുളകാണ്. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ടൊരു പയർ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു സവാളയുടെ പകുതി എടുത്ത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള പയറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്തിട്ടും വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയം കണ്ട് ചോറ് ഞാൻ ഒന്ന് തിളപ്പിച്ച് നമ്മുടെ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്.
ഇനി കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും ഒന്ന് ചേർത്തെടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ പയർ വെച്ചിട്ട് 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. മുഴുവനായിട്ട് വെന്ത് വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ചതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇപ്പോൾ പയറും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ പ്രഷറൊക്കെ പോയി റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനും വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷന്. ചോറും അതുപോലെ തന്നെ ചിക്കൻ കറി, പയറുപ്പേരി, വറ്റൽമുളക്, തൈര്, പപ്പടത്തരൊക്കെ ആയിരുന്നു ഇന്നത്തെ ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലഞ്ച് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്